ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ശിശുദിനാണ് കേട്ടോ. അപ്പം അന്നാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ഒരു സന്തോഷം പറയാനുണ്ട് കേട്ടോ. നമുക്ക് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് തന്നെ ആയിട്ടുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊന്നും ഇടാറുള്ള ആളുമല്ല കേട്ടോ. ചിലപ്പം ഒരു 1 വീക്ക് കഴിയും, ചിലപ്പോൾ 2 വീക്ക് കഴിയും, അങ്ങനെയാണ് വ്ളോഗൊക്കെ ഇടാറ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇട്ടതിൽ അടുത്തടുത്ത് ഇട്ടതിൽ വെച്ചിട്ട് ആദ്യത്തേലൊരു 500 എബോ, അതേപോലെ ഇപ്പം ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് തൊട്ട് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് ഒരു 1K വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. പിന്നെ അതുമല്ല, വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, കാരണം അതിൽ സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം അപ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ വീഡിയോക്ക് സബ് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വ്യത്യസ്ത തരത്തിലുള്ള കണ്ടന്റ് ഉൾപ്പെടുത്താനായിട്ട് നോക്കുന്നത് കേട്ടോ. ശാല എത്ര മണിക്കാണ് വിളിക്കാൻ പറഞ്ഞേ? ഇപ്പം എത്ര സമയം? 7 മണിക്ക് വിളിച്ചു, കുറച്ച് കഴിയട്ടെ പറഞ്ഞു. 7:15 എന്നിട്ട് എണീറ്റില്ല. ഇപ്പം 7:30. നീയോ? എഴുന്നേക്ക്. ചുമക്ക് എങ്ങനെയുണ്ട്? നല്ല മീൻ എന്നെ ഉറക്കം സമ്മതിച്ചിട്ടില്ല കേട്ടോ. ചുമച്ച് അല്ലേ? പാവം മിന്നൂസ തൊട്ടടുത്ത് കിടന്നിരുന്നത്. മിന്നൂസിന് പിന്നെ ഉറക്കത്തിലായതുകൊണ്ട് ഒന്നും അറിയാറില്ല. ആരെ വിരിപ്പൊക്കെ വലിച്ച് താഴട്ട്. എഴുന്നേക്ക്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ആ ക്വിസ് മത്സരത്തിൻ്റെ ചോദ്യമൊക്കെ ഒന്ന് നോക്ക്. എന്നാ വാ. അല്ലെന്ന് വീടെടുക്കണം പറഞ്ഞ്. ഈ ഫാൻ്റെ ചോട്ടിൽ കിടന്നാലേ ചുമ പിന്നെയും മാറൂല. മിന്നു നേരത്തെ എണീറ്റല്ലേ? അതന്നെ താത്ത. ഞാൻ എഴുന്നേറ്റ് പറയും അല്ലേ? അങ്ങനെ കിടക്ക് എന്നെ താത്തല്ലേ? കൈയൊക്കെ മേല് കൊടുത്തിട്ടോ. ആക്ഷൻ കാണിക്കുന്നു താത്ത. എൻ്റെ മേൽ അപ്പം ഇന്ന് കാലത്തേക്ക് എനിക്കിനി വേറെ ഫുഡിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളി മധുരക്കിഴങ്ങുണ്ട്. ഇനി മിന്നുവിനും ഷാനാക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. മേലെ കഴുകാൻ പോവാതെ ഇവിടെ വന്നിരിക്കുന്നു അല്ലേ? ഇനി മേലെ കഴുകാൻ ആ ബാത്റൂമിലേക്ക് എത്താൻ കുറച്ചും കൂടെ പണിയുണ്ട് അല്ലേ? അതെ, നോക്ക്. ഇനിയിപ്പോൾ സമയം എത്രയായിന്ന് ഞാൻ പറഞ്ഞുതരാം. സമയം 7:42. കുളിക്ക്. നീയല്ലേ സെറ്റിയിൽ കൊണ്ടിട്ടെന്നല്ലേ? അപ്പോൾ ഞാൻ വേഗം എന്തായാലും ഷാനനോട് റെഡിയാവാൻ പറഞ്ഞിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒട്ടുമിക്ക ജോലികളും ഞാൻ രാവിലെ തന്നെ കഴിച്ചു വെക്കാനായിട്ട് നോക്കും. കാരണം സ്കൂളുള്ള ദിവസം ഒന്നും കൂടെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം രാവിലത്തെ അതേപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഷാന പോകുന്നതിന് മുന്നേ തന്നെ ആകുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വേറെ ഡെയിലി ചെയ്യാത്തതായിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങനെ ചെയ്യാറാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കൽ പരിപാടി കഴിയും. പിന്നെയും അതിലൊരു ഉഴപ്പ് വരാറ്
ഈ ശനി ഞായറുമാണ് കേട്ടോ. കാരണം അന്ന് ക്ലാസ് ഇല്ല പറഞ്ഞിട്ട് രാവിലെ ഉച്ചക്കത്തേനുള്ള ഫുഡ് ഒന്നും റെഡിയാക്കില്ല. രാവിലത്തെ ആ ഒരു ചായയും കടിയും മാത്രം ഉണ്ടാക്കാറല്ലേ ചെയ്യുന്നത്. അപ്പം ഈ ശനി ഞായറുമാണ് നമുക്കൊരു മടി പിടിച്ച ദിവസം. എന്നാലും വലിയ കുഴപ്പമില്ല. ബാത്റൂം ക്ലീനിങ് അങ്ങനത്തെ ക്ലീനിങ് ഒക്കെ ഞാൻ ശനി ഞായറും നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പം പിന്നെ ഷാനയും വീട്ടിലുണ്ടാവുമല്ലോ, അതും കണക്കിലെടുത്താണ് ഞാൻ അങ്ങനത്തെ പരിപാടി. അതേപോലെ പുറത്ത് എന്തെങ്കിലും കൂടുതൽ ടൈം നിന്നും കൊണ്ട് ക്ലീൻ ചെയ്യേണ്ട പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശനി ഞായറുമാണ് കൂടുതലായിട്ട് വരുന്ന ക്ലീനിങ് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ തീരുന്നതാണെങ്കിലും ഇതിന് കുഴപ്പമില്ല. പിന്നെ അതേപോലെ ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്ന പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ എല്ലാം കൂടെ വാരി വലിച്ചിട്ട് ക്ലീൻ ചെയ്യില്ല. ഓരോ ദിവസം ഓരോ ഭാഗം കണ്ടെത്തും, അവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്യും. പിന്നെ നമ്മൾ അടുത്ത ദിവസത്തേക്കാണ് നോക്കുക. അപ്പം നമുക്ക് അന്നത്തെ പണിയും അവിടെ മുടങ്ങുന്നില്ല, നമ്മുടെ ക്ലീനിങ് പരിപാടിയും നടക്കും. അപ്പം നമുക്കും വലിയ ക്ഷീണം കാണില്ല കേട്ടോ. കാരണം ഡെയിലി നമ്മൾ ഓരോ ഭാഗം ചെറുതായിട്ട് ഒരു പോർഷൻ തിരിച്ചു കഴിഞ്ഞിട്ട് അവിടെയാണ് ക്ലീൻ ചെയ്യാറ്. അപ്പം നമുക്ക് വലിയ സീനായിട്ട് തോന്നൂല കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് രാത്രി മിന്നൂസ് പൗഡർ എടുത്തിട്ട് നമ്മുടെ ചെയറിലും സെറ്റിയിലും ഒക്കെ എന്താ പറയുക കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഷാന ഉപയോഗിക്കുന്ന പൗഡർ ചെറുതായിട്ട് ഇങ്ങനെ ലീക്ക് ഉണ്ട്, അതാണ് അവളിങ്ങനെ ചെയ്യാറ്. അപ്പം ഇന്ന് ഷാനാക്ക് ശിശുദിനായിട്ട് വെജ് ബിരിയാണി ആൻഡ് പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ക്ലാസ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഷാനാക്ക് സ്കൂളിലെ പ്രോഗ്രാമിന് എന്തെങ്കിലും പായസം ഓണപ്പരിപാടി അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി എന്തെങ്കിലും വരുമ്പോൾ കൊടുത്തേക്കാനായിട്ട്. ഉള്ളിൽ സ്റ്റീലാണ്, അപ്പോൾ നമുക്ക് ചൂട് പായസം ഒഴിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല. എന്താണ് അപ്പം ഇന്ന് ഷാന വൺ സൈഡ് മുടിയൊക്കെ കെട്ടി പോകാൻ പറഞ്ഞിട്ടായിരുന്നു രാവിലെ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇന്നേതായാലും ശിശുദിനാണ്, അപ്പം നമ്മൾ ശിശുവായിട്ട് തന്നെ പോയാൽ മതി. ഒരു ചെറിയ കുട്ടിയുടെ ആ ഒരു 2 പുറം കെട്ടുമ്പോൾ നമുക്കൊരു ക്യൂട്ട്നെസ് തോന്നും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ കെട്ടിയാൽ മതി പറഞ്ഞിട്ട് ഇന്നിപ്പം എന്നോട് കെട്ടി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ വൺ സൈഡ് ആണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് തന്നെ മുടിയൊക്കെ കെട്ടിപ്പോകും. പിന്നെ വല്ലാതെ മുടിയിലുള്ള അഭ്യാസങ്ങളൊന്നും കാട്ടാൻ പറ്റില്ല. അവളുടേതായിട്ട് ഫ്രണ്ടിൽ കുറച്ച് മുടിയൊക്കെ എടുത്ത് ഇങ്ങനെ പിരിച്ചു വെക്കുക, അങ്ങനത്തെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോവാറാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കെട്ടിത്തരാം 2 സൈഡ്. ഇടയ്ക്ക് 2 സൈഡ് കെട്ടാൻ വലിയ പണി ഉണ്ടാവില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആകെ കൂടെ നമ്മുടെ ഭ്രാന്താക്കും. ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ. പക്ഷെ അല്ലാത്ത ദിവസം മദ്രസൊക്കെ വിട്ടു വന്ന് ഇതുപോലെ ചിലപ്പം വരുമ്പോഴേ പറയും ഇന്ന് 2 സൈഡ് കെട്ടിപ്പോണം എന്നൊക്കെ പറയും. അപ്പം പിന്നെ വന്ന് ചായ കുടിച്ച് വേഗം റെഡിയായിട്ട് ആകെ കൂടെ ഒരു ജഗബോഗയായിരിക്കും. ആ ഒരു സമയത്താവും നമുക്ക് ഈ ഒരു മുടി കെട്ടുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും വരിക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോർമലായിട്ട് ഫ്രീ ആയിട്ട് കെട്ടാട്ടോ. ആ ബാഗ് നേരെ അടഞ്ഞിട്ടില്ലല്ലോ, നോക്കട്ടെ. ഓടണ്ട മിന്നുവ, നീ എന്താ അവിടെ ചെയ്തു വെച്ചിരിക്കണേ? ആൾക്ക് എടുത്തു വെക്കുക. അതാ താത്തപ്പ വരും. അപ്പം തലേ ദിവസം നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടിരുന്നു. അതൊരു മുകൾ ഭാഗം മാത്രം അങ്ങനെ ഒരു ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. പിന്നെ ഒരു വീക്കിലി ഞാൻ ഇതിൻ്റെ സ്റ്റൗവൊക്കെ നല്ല പൊക്കി അതിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഡെയിലി ഒന്നും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുമരിലേക്ക് തെറിച്ചിട്ടുള്ള കുറച്ച് പാടുകളും കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഡെയിലി ഈ ഒരു മുകൾ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഭാഗം തുടച്ചെടുക്കും. പ്രത്യേകിച്ച് വേഗം എടുത്തറിയും വൈറ്റ് ടൈലായ കാരണം. അപ്പം അതൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റൗവിൻ്റെ ഒരു ബർണർ ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായി കരിയൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ സ്റ്റൗവ് ചില സമയം കംപ്ലൈൻ്റ് ഒക്കെ വരാറുണ്ട്. ഷോപ്പിൽ അന്വേഷിച്ചപ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു സ്റ്റൗ തന്നെ വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു സ്റ്റൗവ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ്. അന്ന് ഇതിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു 10 സംതിങ് ആണോ അതോ 13 സംതിങ് ആണോ എന്നൊരു ഡൗട്ട്. അപ്പം അത്രയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഗണ്ണിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കിനും സ്റ്റൗവ് കത്തുകയല്ലേ ചെയ്യുക. നമുക്ക് അടിയിലൊരു വലിയ ടോർച്ചിൽ ഇടാൻ പറ്റുന്ന പണ്ടത്തെ ടോർച്ചിൽ നമ്മുടെ ഇടുന്ന വലിയ ബാറ്ററി ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത്.
ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ബർണർ കൂടുതലായിട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല സ്റ്റൗവിൽ ഏതെങ്കിലും ഒരു ബർണർ ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതേപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ബർണറാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത്. അപ്പം അതിൽ ഉപയോഗം കൂടിയത് കൊണ്ട് തന്നെ അത്യാവശ്യം പെയിന്റും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പെയിന്റ് ഒക്കെ വാങ്ങിച്ച് ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ, കുറച്ചും കൂടെ ആയതിനു ശേഷം നമുക്ക് ചെയ്യാം. അപ്പൊ എൻ്റെ സ്റ്റൗ ഇരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പുകടുപ്പിൻ്റെ ആ ഒരു മുകളിലാണ് കേട്ടോ. കാരണം ഞാൻ അവിടെ കത്തിക്കാറൊന്നുമില്ല, അതുകൊണ്ട് അവിടെ കയറ്റി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരുന്ന ഒരു ചൂലൊക്കെ തൂക്കിയിടുന്ന ആ ഒരു സ്റ്റിക്ക് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാട്ടോ. നല്ല ഉപകാരമാണ് കേട്ടോ. നമുക്ക് കുടയും കാര്യങ്ങളൊക്കെ ഇതുപോലെ തൂക്കിയിടാം. അപ്പം അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണല്ലോ. അപ്പം ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ദിവസമാണ്. എന്ന് വെച്ചാൽ ഫ്രീ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫ്രീ ആണെന്നല്ല കേട്ടോ ഉദ്ദേശം. അപ്പം ഇന്നൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് വേഗം തന്നെ ചിക്കനൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം സിമ്പിളായിട്ടുള്ള പരിപാടിയാണല്ലോ. പിന്നെ എൻ്റെ നെയ്ച്ചോറ് മുന്നത്തെ വീഡിയോയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. വെരി വെരി സിമ്പിൾ നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് വെക്കൽ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം ഞാനിതുപോലെ ഒരു പാത്രത്തിൽ എല്ലാം എടുത്തു വെക്കും കേട്ടോ. കാരണം അതിൻ്റെ തൊലിയും കാര്യങ്ങളൊന്നും വേറെ കൗണ്ടർ ടോപ്പിൽ ആവില്ല. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ കേട്ടോ. പിന്നെ നമ്മൾ നേരെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഉള്ളിയൊക്കെ തൊലിച്ചിടുമ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടും. അപ്പം ഞാൻ ഈ ഒരു വെജിറ്റബിൾസ് ഇട്ട് വെച്ചിട്ടുള്ള ബോക്സ് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പം അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ കൊടുക്കാം. കാരണം നമുക്കതിൽ വെജിറ്റബിൾ മാത്രമല്ല ഫ്രൂട്ട്സ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിലൊരു 6 സെറ്റ് എന്തോ വരുന്നുണ്ട്. അപ്പം ചെറിയ റേറ്റും കാര്യങ്ങളുള്ളൂ കേട്ടോ അതിന്. നമുക്കിങ്ങനെ ഒരുപാട് റഫായിട്ടിടുന്നതിന് പകരം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പം എന്തായാലും അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇനി ഇതാ നമ്മുടെ ചിക്കൻ കറിയിലോട്ടുള്ള ഉള്ളി തക്കാളി ഒക്കെ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം മിന്നൂസ് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഉറങ്ങണതിന് മുന്നേ തന്നെ ഞാൻ എന്തായാലും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ ഇപ്പം ഐസ് ക്യൂബ് നമുക്ക് വേഗം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ താഴെ ഒരു ബോക്സ് ഉണ്ട്, അതിലോട്ട് ഐസ് ക്യൂബ് ഇങ്ങനെ വീണ് കിട്ടും കേട്ടോ. അപ്പം ഇപ്പോൾ പിന്നെ ഐസ് ക്യൂബ് എടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ റീഫിൽ ചെയ്ത് കൊടുക്കും. കാരണം നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ആ ബൗളിൽ വയ്ക്കുക, വീണ്ടും എക്സ്ട്രാ അതുപോലെ നിറച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഐസ് ക്യൂബ് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. തണുത്ത വെള്ളമൊന്നും ഫ്രിഡ്ജിൽ പെട്ടെന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കിത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം ഈ ഉള്ളിയും തക്കാളി. അപ്പം ഞാൻ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഇത് അടച്ചു വെച്ച് ഫുള്ള് കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ എന്താ പറയുക പിന്നെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക പൊടികളും. അപ്പോൾ ഇതാ കുറച്ച് ചിക്കന് ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിടുന്ന ഐറ്റംസ് എന്താ വെച്ചാൽ ഐറ്റംസ് ഇതുപോലെ എന്താ പറയുക മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ ചിക്കൻ മസാല, പിന്നെ കോൺഫ്ലവർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് കൂടുതൽ കളറിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ കളറൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. കളർ ആഡ് ചെയ്യുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല ചേർക്കുമ്പോൾ തന്നെ കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ വലിയ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇതാ ഏകദേശം ചോറും അതേപോലെ കറിയും പിന്നെ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പോട്ടെ, ഇന്നത്തെ ക്യൂസ് മത്സരം എന്തായിന്ന് പറയും. സമാധാനം, കുറച്ചും കൂടെ പഠിക്കാൻ സമയം ഉണ്ടായല്ലോ അല്ലേ അല്ലേ? നമ്മള് പഠിച്ചില്ലാന്നല്ല, എന്നാലും ഇന്നാ പോസ്റ്റർ ഉണ്ടാക്കലും പിന്നെ രണ്ടും കൂടെ ആയപ്പോ അല്ലേ സമാധാനം ഉണ്ട് അല്ലേ. ഷാന തിങ്കളാഴ്ച എടുക്കുവോ? ഇന്ന് വേറെ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ലേ? എന്ത് ഗെയിം? വട്ടത്തില് ബോയ്സും ഗേൾസും ടീച്ചർ ഒരു ബലോട് തരും ഒരാളുടെ കയ്യില്. എന്നിട്ട് ചേച്ചി ടീച്ചർ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ നമ്മള് അടുത്ത ആളുടെ കൈ കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ ആള് അപ്പുറത്തെ കൈ കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ പോയി വരണം. അതില്
എന്താ ജെൻസി ടീച്ചർ സ്റ്റോപ്പ് പറയും. അപ്പൊ അത് ആരുടെ കയ്യിലുള്ള അവര് തോൽക്കും. പിന്നെ എന്താ അപ്പുറത്തെ ആൾക്ക് തോറ്റ ആൾ കൊടുത്തിട്ട് അങ്ങനെ പോയി വന്നിട്ട് ആന്റിയിലേക്ക് എന്താ അപ്പൊ സ്റ്റോപ്പ് പറയുമ്പോ അയാൾ ഓട്ടാവും. അങ്ങനെ ലാസ്റ്റ് ഹാജി ജയിച്ചു. സെക്കൻഡ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ വരെ ഹാജി അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹാജി ജയിച്ചു. ഓക്കെ. അതാ കഴുത്തിലെന്തിട്ടിക്കണത്? അതാ താത്താന്റെ മാല കെട്ടിക്കണ പെണ്ണ്, മുത്തുമാല കെട്ടിക്കണ. ഇതിപ്പോ എന്തല്ലെങ്കിലും വലിച്ചിട്ട് ഒരൊറ്റ ഏറാലോ, വലിക്കണില്ലല്ലോ. ഹലോ, മാല കഴിച്ചു വെച്ചോ? ഫുൾ ഫ്രീ ആയി അല്ലേ? നീ വേഗം പോയി കുളിക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പം നെക്സ്റ്റ് നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. പിന്നെ ടാറ്റ 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 ടാറ്റ.